ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനതയുടെ സുരക്ഷയാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. അല്ലാതെ അയൽപക്കത്തെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നതല്ല. അസാദ് ഏകാധിപതിയാണ്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അസാദ് പോകുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അസാദ് പോയാൽ പകരം വരുന്നത് അതിനേക്കാൾ വലിയ ഭീകരവാദികളാണെന്നും അത് ലോക സമാധാനത്തിന് മുഴുവൻ കുഴപ്പമാണെന്നും തിരിച്ചറിഞ്ഞ് കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. അസാദിന്റെ സഹായത്തോടുകൂടി സകല ആയുധ ശേഖരങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് തച്ചുടച്ചിരിക്കുന്നു. ഇസ്രായേൽ സുരക്ഷിതമാണ്, ലോകം സുരക്ഷിതമാണ്. സിറിയയിൽ വിമതർ അധികാരം പിടിച്ചാലും അവരുടെ കയ്യിൽ ഒരു ആയുധവും ഉണ്ടാവില്ല. അവരുടെ എല്ലാ ആയുധങ്ങളും സൈനിക താവളങ്ങളും തകർത്തെറിഞ്ഞിരിക്കുന്നു. ഭീകരവാദികളുടെ കൈകളിലേക്ക് ആയുധം എത്തിയാൽ അത് ആ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലേതുപോലെയല്ല. അഫ്ഗാനിലെ ആയുധ ശേഖരങ്ങളൊക്കെ അവരുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഉണ്ടായിരുന്ന ഒരു ഗുണം, അമേരിക്കയുടെ പാവ സർക്കാരായിരുന്നു അവിടെ അതുവരെ ഭരിച്ചിരുന്നത്. എന്നാൽ സിറിയയുടെ സ്ഥിതി അങ്ങനെയല്ല. ആ സിറിയ അമേരിക്കയുടെയും ശത്രുവായിരുന്നു, ഇസ്രായേലിന്റെ ശത്രുവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ച് ഇസ്രായേൽ തച്ചുടച്ചിരിക്കുന്ന ലോകത്തെ കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിമതർ അവിടെ അധികാരം എത്തിയാലും അത് വലിയ കുഴപ്പത്തിലേക്ക് മാറില്ല എന്ന് ഉറപ്പുണ്ട്. അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയും, അമേരിക്കൻ പട്ടാളത്തിന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്.